എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലീവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെരിക്കോസ് വെയിൻ എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇടയിൽ ധാരാളം പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഡോക്ടേഴ്സിനെ കാണും, പലവിധമായിട്ടുള്ള ചികിത്സകൾ എടുക്കും. എന്നാൽ ഈ ചികിത്സകളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും രോഗിയുടെ പ്രയാസത്തിൽ നിന്ന് യാതൊരു ആശ്വാസവും ലഭിക്കാറില്ല. സാധാരണ നിലയിൽ രോഗി എന്നും രോഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ സംഭവിക്കുന്നത്, വെരിക്കോസ് വെയിൻ എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വെരിക്കോസ് വെയിൻ്റെ കാരണം എന്താണെന്നാണ്. നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പലവിധമായ കാരണങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അവർ ഫസ്റ്റ് പറയും നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയും. തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വെയിറ്റ് കൂടുന്നതാണ് നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ കാരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള എല്ലാവരുടെ കാലിലും വെരിക്കോസ് വെയിൻ ഉണ്ടാവണം. എന്നാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി അടുത്തൊരു റീസൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ചിലർ വരും നിങ്ങൾ കൂടുതൽ നേരം നിന്നിട്ടാണ്, ലോങ് സ്റ്റാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് രണ്ട് കാലയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാലയിലും വെരിക്കോസ് വെയിൻ ഉണ്ടാവണം. എന്നാൽ നമ്മൾ കാണുന്ന ധാരാളം പേരിൽ ഒരു കാലയിലാണ് വെരിക്കോസ് വെയിൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും ശരിയാണെന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. ഇനി അതുമാത്രമല്ല, വെയിറ്റ് എടുക്കുകയും ലോങ് സ്റ്റാൻഡ് ചെയ്യുന്നവർക്കാണ് ഈ അസുഖം വരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ പോട്ടേഴ്സ്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർക്ക് അവരുടെ കാലിൽ രക്തക്കുഴലൊക്കെ പൊട്ടിത്തെറിച്ച് പോകേണ്ട കാലം എന്നേ കഴിഞ്ഞു. അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു അസുഖത്തിൻ്റെ കാരണം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ലോജിക്കലിയും തിയററ്റിക്കലി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ കാരണങ്ങളൊന്നും തന്നെ ഈ വെരിക്കോസ് വെയിന് കാരണമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ചിലർ പറയും പ്രഗ്നൻസി ടൈമിൽ വെരിക്കോസ് വെയിൻ വന്നതാണെന്ന് പറയും. ശരിയാണ്, അവർക്ക് പ്രഗ്നൻസി ടൈമിലാണ് അവർക്ക് വെരിക്കോസ് വെയിൻ വന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ പ്രഗ്നൻസി അവർക്ക് കാരണമായത് എങ്ങനെയാണെന്ന് ചിലർ പറയുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് കൊണ്ടാണെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഒരു കുഞ്ഞിന് എത്ര വെയിറ്റ് ഉണ്ടാവും? 2 to 3 kg അല്ലെങ്കിൽ 4 kg വരെ ഉണ്ടാകാം. ഈ 4 കിലോ വെയിറ്റ് വരുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ കാലയിലെ രക്തക്കുഴലുകൾ തടിച്ച് വീർത്ത് വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലി ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ അവിടെ ഒരു കാരണമുണ്ട്. പ്രഗ്നൻസി ടൈമിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പം അവിടെയും നമുക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇങ്ങനെ അനേക കാരണങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിലും എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ റീസൺ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ചിലർ പറയും BP, ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും ചിന്തിക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട് എന്ന് പറയുന്നത് ഒറ്റൊന്നേ ഉള്ളൂ. നമ്മുടെ ബോഡിയിലേക്ക് മൊത്തത്തിൽ പമ്പ് ചെയ്യുന്നത് ഹാർട്ട് ഒറ്റ പമ്പാണ് പമ്പ് ചെയ്യുന്നത്. ഒരു കാലിലേക്ക് കൂടുതൽ പ്രഷറും മറ്റൊരു കാലിലേക്ക് കുറച്ചും കൈയിലേക്കും കാലിലേക്കും വിവിധമായിട്ടുള്ള പ്രഷറിലല്ല പമ്പ് ചെയ്യുന്നത്, ഈക്വൽ പ്രഷറിലാണ് പമ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൈയിലേക്കും കാലിലേക്കും ഒക്കെ ഈക്വലായിട്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കലി അതിൻ്റെ റീസൺ പ്രഷർ കൊണ്ട് വന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വാസ്തവത്തിൽ എന്തായിരിക്കും നമ്മുടെ ഈ വെരിക്കോസ് വെയിൻ്റെ റീസൺ എന്നുള്ളത് നോക്കാം. യഥാർത്ഥത്തിൽ വെരിക്കോസ് വെയിൻ്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് രോഗിയെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രോഗിയുടെ ഒരു കാലയിലേക്ക് അല്ലെങ്കിൽ രണ്ട് കാലയിലേക്ക് എക്സസ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ വരുന്നത് കൊണ്ടാണ് ആ രോഗിയുടെ രക്തക്കുഴൽ തടിച്ച് വീർത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പർട്ടിക്കുലർ കാലയിലേക്ക് എക്സസ് പ്രഷർ വരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വെരിക്കോസ് വെയിനുള്ള ഏതൊരു രോഗിയെ എടുത്ത് നോക്കിയാലും അവരുടെ നടുവിന് അല്ലെങ്കിൽ നട്ടലിന് സംബന്ധമായിട്ടുള്ള അവർക്കൊരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കറക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അലൈൻമെൻറ്റ്, നമ്മുടെ നട്ടലിൻ്റെ ഒരു അലൈൻമെൻറ്റിന് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് നമ്മുടെ നട്ടലിൽ നിന്നുള്ള കംപ്രഷൻ കൂടുതലായിട്ട് വരും. രണ്ട് രീതിയിൽ നടുവിന് പ്രശ്നമുള്ളവർക്ക് സംഭവിക്കാം. ഒരാൾക്ക് നടുവിന് കംപ്രഷൻ വരുമ്പോൾ കാലയിലേക്കുള്ള നെർവിന് വീക്ക്നെസ് വരാം. അങ്ങനെയുള്ളവരെയാണ് പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ന്യൂറോപ്പതിക് കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെയുള്ളവരുടെ രക്തക്കുഴലുകളെല്ലാം ചുരുങ്ങി അകത്തോട്ട് പോവും, മസിൽസ് എല്ലാം വേസ്റ്റ് ആവും, കാലിന് ബലക്കുറവുണ്ടാവും. ഈ ഒരു രീതിയിൽ നംനെസ്സും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യും. എന്നാൽ ഇനി വേറൊരു കൂട്ടരുണ്ട്, നടുവിൻ്റെ കംപ്രഷൻ കൊണ്ട് അവരുടെ
കാലയിലേക്ക് എക്സസ് പ്രഷർ കടന്നു വരും. അപ്പോൾ ഇങ്ങനെ എക്സസ് പ്രഷർ കടന്നു വരുമ്പോൾ അവരുടെ രക്തക്കൊഴലുകളെല്ലാം തടിച്ച് വീർക്കും, അവിടെ അധികമായിട്ടുള്ള പ്രഷർ ഉണ്ടാകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഒരു വെരിക്കോസ് വെയിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിനെ തടിച്ച് വീർത്ത കാലിലല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, മറിച്ച് ആ വ്യക്തിയുടെ നടുവിൻ്റെ കംപ്രഷനാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വെരിക്കോസ് വെയിനുള്ള രോഗിയെ എടുത്ത് നോക്കി അവരുടെ ഹിസ്റ്ററി കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് നടുവിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് സംശയമില്ല. ഇനി അതിൻ്റെ കൂടുതൽ വിശദമായ വിവരം അറിയണമെങ്കിൽ നമുക്ക് നടുവിൻ്റെ MRI എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും അവരുടെ ഏത് കാലിലാണോ വെരിക്കോസ് വെയിനുള്ള ആ കാലയിലേക്കുള്ള നെർവിന് കംപ്രഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ റീസണോടെ പറഞ്ഞു തരാം. സാധാരണ നിലയിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ വയറിൽ വെയിറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നോർമലായിട്ട് ഒരു വ്യക്തി കിടന്നിട്ട് എഴുന്നേൽക്കുന്ന രീതിയിൽ ഇവർക്ക് കിടക്കാനോ ഇരിക്കാനോ കഴിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യും, ഇവരുടെ കിടപ്പ് ഇരിപ്പ് ഇതെല്ലാം ഒരു ഇറഗുലർ പോസ്റ്ററിലേക്ക്, ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലേക്ക് അവർ മാറും സ്വാഭാവികമായിട്ടും. അങ്ങനെ മാറുമ്പോൾ അവരുടെ കർവേച്ചറിന് വ്യത്യാസം വരും. നമ്മുടെ നട്ടെല്ലിന് ഒരു കർവിലാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഈ കർവ് ഇംബാലൻസ് ഉണ്ടാവും. സാധാരണ നിലയിൽ ആഫ്റ്റർ ഡെലിവറിയിൽ അത് നോർമലായിട്ട് വരേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചിലരുടെ അത് ബാലൻസിലോട്ട് വരത്തില്ല. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നതാണ് ഫ്യൂച്ചറിൽ വെരിക്കോസ് വെയിനായിട്ട് അത് മുമ്പോട്ട് പോകും. വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് വരുന്നത് കൊണ്ടല്ല വെരിക്കോസ് വെയിൻ സംഭവിക്കുന്നത്. പോസ്റ്റർ കറക്ഷൻ സംഭവിക്കുമ്പോൾ അത് മിസ്അലൈനായി പോകുമ്പോഴാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. വെരിക്കോസ് വെയിൻ എന്ന അസുഖം നമ്മൾ നോക്കുമ്പോൾ 6 സ്റ്റേജാണ് അതിനുള്ളത്. സാധാരണ നിലയിൽ ആർക്കും അതിനെപ്പറ്റി വലിയ അറിവില്ല. എന്നാലും ഞാൻ ബ്രീഫായിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്പൈറൽ ലൈൻ മാത്രമേ നമുക്ക് കാണുള്ളൂ. ഒരു സ്പൈഡർ മാർക്ക് പോലെ തന്നെ ഒരു ലൈൻ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തടിപ്പോ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് തടിച്ച് വീർക്കുവാനായിട്ട് കാണും, വീർത്തിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അവിടെ നമുക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണില്ല. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടുമുള്ള പരിസര പ്രദേശങ്ങളൊക്കെ ഡിസ്കളറേഷൻ വരും, കളർ ചേഞ്ച്, സ്കിന്നിന് കളർ ചേഞ്ച് വരും, ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നമുക്ക് വേദന ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഫോർത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ നോട്ട്സ് ഫോം ചെയ്യും. അതായത് ചില ഏരിയകളിൽ ഇത് പൊട്ടിച്ച് ബ്ലീഡ് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിന്നറാക്കുന്ന ചില നോട്ട്സുകൾ ഫോം ചെയ്യും. ആ നോട്ട്സ് ഫോം ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് പെയിനും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം നീരും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇതാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ നോട്ട്സ് പൊട്ടി അൾസർ ഉണ്ടാകുന്നതാണ്. അൾസർ ഉണ്ടാവും. പക്ഷേ ഈ ഫിഫ്ത്ത് സ്റ്റേജിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലീഡിങ് ഉണ്ടായാലും ആ മുറിവ് ഹീലാവും. അപ്പം ഒന്ന് പൊട്ടും, അത് ഹീലാകും. അതാണ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ സിക്സ്ത് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു അൾസർ, ബ്ലീഡിങ് ഉണ്ടായി, ഒരു മുറിവുണ്ടായി. ആ മുറിവ് പിന്നെ നോൺ ഹീൽ അൾസറായിട്ട് മാറും. എന്ന് വെച്ചാൽ മുറിവ് ഉണങ്ങാത്ത മുറിവായിട്ട് മാറും. അതിനുശേഷം അടുത്ത മുറിവ്, വീണ്ടും അടുത്ത പൊട്ടും, അതും ഉണങ്ങാത്ത മുറിവായിട്ട് മാറും. ഇതാണ് സിക്സ്ത് സ്റ്റേജ്. ഇതാണ് ഒരു വെരിക്കോസ് വെയിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വെരിക്കോസ് വെയിൻ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ചികിത്സയിലേക്ക് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രോബ്ലത്തെ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യണം. സാധാരണ നിലയിൽ നമ്മൾ ചികിത്സയ്ക്ക് ചെല്ലുമ്പം നമുക്ക് സാധാരണ കിട്ടുന്നത് ചിലർ ബ്ലഡ് അവിടുന്ന് ഡ്രെയിൻ ചെയ്യും, നീഡിൽ ചെയ്യും, ലീച്ച് തെറാപ്പി ചെയ്യും, അതേപോലെ തന്നെ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യും. ഇങ്ങനെ ഒരുപാട് തെറാപ്പികളുണ്ട്. മോഡേൺ സയൻസിലോട്ട് ചെല്ലുമ്പം ഗ്ലൂ കയറ്റി അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന തെറാപ്പികളുണ്ട്. ഇങ്ങനെ ധാരാളം ലേസറുണ്ട്. ഇങ്ങനെ ധാരാളം തെറാപ്പികളുണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ ഇതിൻ്റെ റൂട്ട് കോസ് എന്തുകൊണ്ടാണ് ആ കാലയിലേക്ക് പ്രഷർ കൂടുന്നത് എന്നുള്ളത് റിക്കവർ ചെയ്യാനായിട്ട് യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ ഫോൾട്ട് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ചികിത്സ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വെരിക്കോസ് വെയിനിലേക്ക് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ
വരുന്നതെന്നും എന്താണ് അതിൻ്റെ റീസൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിയം ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.